വിജയത്തിലേക്ക് മാത്രം നോക്കുക എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു വാചകമല്ല, അതൊരു തീരുമാനമാണ്. നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന വലിയൊരു ലക്ഷ്യമുണ്ടെങ്കിൽ വഴിയിലുള്ള കല്ലും മുള്ളും നമ്മൾ ശ്രദ്ധിക്കില്ല. ഒരു മല കയറുന്ന ആളിന്റെ ശ്രദ്ധ മുഴുവൻ അതിന്റെ മുകളിലായിരിക്കും. കാലിടറിയേക്കാം, ശ്വാസം മുട്ടിയേക്കാം, പക്ഷെ കണ്ണ് ആ മുകളിലെ ലക്ഷ്യത്തിലാണെങ്കിൽ ശരീരം തളർന്നാലും മനസ്സ് നമ്മെ മുന്നോട്ട് നയിക്കും. പരാജയങ്ങൾ ചുറ്റും ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കാനല്ല, മറിച്ച് നമ്മളെ ജാഗ്രതയുള്ളവരാക്കാനാണ്. അലസതയുടെ രൂപത്തിലോ ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്ന സുഹൃത്തുക്കളുടെ രൂപത്തിലോ അല്ലെങ്കിൽ സ്വന്തം മനസ്സിനുള്ളിലെ സംശയത്തിന്റെ രൂപത്തിലോ പരാജയം നമ്മളെ പിടികൂടാൻ കാത്തിരിക്കുന്നുണ്ടാകും. അവയ്ക്ക് പിടികൊടുക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. തോറ്റുപോയി എന്ന് ലോകം വിധിയെഴുതുമ്പോഴല്ല ഒരാൾ പരാജയപ്പെടുന്നത്, മറിച്ച് ഇനി എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് സ്വന്തം മനസ്സിനോട് സമ്മതിക്കുമ്പോഴാണ്. ആ സമ്മതം നൽകാതിരിക്കുക. ഇവിടെയാണ് പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിന്റെയും പ്രസക്തി. പ്രാർത്ഥന എന്നാൽ നമുക്ക് മുകളിൽ ഒരു ശക്തിയുണ്ടെന്ന വിശ്വാസമാണ്. അത് നമ്മളെ വിനയമുള്ളവരാക്കും. എന്നാൽ പ്രാർത്ഥിച്ചിട്ട് മാത്രം ഇരുന്നാൽ ലക്ഷ്യത്തിലെത്തില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തന നിരതരാവുക. കൈകൾ പണിയെടുക്കട്ടെ, മനസ്സ് പ്രാർത്ഥിക്കട്ടെ. ലക്ഷ്യങ്ങളെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കാറ്റിലും കോളിനും ഉലയാത്ത ഒരു നങ്കൂരം പോലെ നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ ഉറച്ചു നിൽക്കണം എന്നാണ്. ഏറ്റവും പ്രധാനം നന്മ കൈവിടാതിരിക്കുക എന്നതാണ്. എന്ത് നേടി എന്നതിനേക്കാൾ എങ്ങനെ നേടി എന്നത് പ്രധാനമാണ്. സ്നേഹവും സത്യസന്ധതയും കൂടെയുണ്ടെങ്കിൽ ആ വിജയം മധുരമുള്ളതാകും. ഇരുട്ടിനെ പേടിക്കാതെ വെളിച്ചത്തിലേക്ക് മാത്രം നോക്കി നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ നിഴൽ പോലെ പരാജയം പിന്നിലുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ മുഖത്ത് എപ്പോഴും വിജയത്തിന്റെ സൂര്യപ്രകാശം പതിച്ചുകൊണ്ടിരിക്കും. ആ പ്രകാശത്തിൽ പരാജയത്തിന് നിലനിൽപ്പില്ല. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം വിജയിക്കണമെന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഒരു കനലായി എരിയുന്നുണ്ട്. ആ കനലിനെ ഊതിക്കെത്തിക്കുക.